ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ലാസ്റ്റ്, അതായത് തിരുവടിയാണെന്ന്. അപ്പോൾ ഇന്ന് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് അമ്പലത്തിലോട്ട് പോവുകയാണ്. നമ്മളെ തേരിൽ ഭഗവാനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതാണ്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്, ഒരു രക്ഷയില്ല. അത് കാണാൻ പ്രത്യേക ഒരു രസമാണ് അത് കാണാനായിട്ട്. പിന്നെ അത് കണ്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് നടന്ന്, ബാക്കി എല്ലാവരും ഹാപ്പിയാണെങ്കിലും ചേച്ചിയുടെ മോൾ ആ കലിപ്പിൽ നിൽക്കുകയാണ്. കാര്യം പുള്ളിക്കാരിക്ക് ഒരു ബലൂൺ പൊട്ടുന്നത് പോലും പേടിയാണ്. അതുകൊണ്ട് ഈ പടക്കം കാര്യങ്ങൾ എല്ലാം നല്ല പേടിയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാനായിട്ട് ചേച്ചിയോട് കലിപ്പായിട്ട് നിൽക്കുകയാണ്. പിന്നെ എൻ്റെ കുരിപ്പൊന്നും നോക്കിയില്ല. കാര്യം അവിടെ ഇരിക്കുന്ന ഡിജിറ്റൽ തെയ്യങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഷേക്കൻ്റെ കൊടുത്താണ് നടക്കുന്നത്. കാര്യം അവർക്കൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ് ഇവരുടെ അടുത്ത്. ഇതൊക്കെ കാണാനൊക്കെ പ്രത്യേക കൗതുകമുള്ളൊരു ടീമാണ് എൻ്റെ ചാരു. പിന്നെ അവരോടൊപ്പം കൂടി. കാര്യം ചാരുവിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ ഒരു ഡിജിറ്റൽ തെയ്യം. അവൾ അടുത്ത് നിന്ന് കാണുന്നത് ഇതിപ്പോൾ ആദ്യമായിട്ടാണ്. കാര്യം അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരോടൊപ്പം ഡാൻസും അങ്ങ് തുടങ്ങി. DJ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ശിങ്കാരി മേളം. പിന്നെ ഇവരില്ലാതെ എന്ത് ഉത്സവമാണോ, ഒരു രക്ഷയില്ല. പയ്യന്മാരൊക്കെ പൊളി എനർജി ആയിരുന്നു. കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ DJയുടെ കൂടെ കൂടി. കാര്യം ഒരു രക്ഷയില്ല. പിന്നെ ഒരു ഉത്സവപ്പറമ്പിലൊരു പാട്ട് കേട്ടാൽ തുള്ളുന്നൊരു ടീമാണ് ഞാനും എൻ്റെ മക്കളുമൊക്കെ. ഞാൻ പിന്നെ പിള്ളേരെ കൂടെ അങ്ങ് കൂടും. അവർക്കതൊരു സന്തോഷമാണല്ലോ. ഇവരോടൊപ്പം ഇങ്ങനെ ഡാൻസൊക്കെ ചെയ്യുന്നത് അവർക്ക്, എൻ്റെ മക്കൾക്ക് അതൊരു പ്രത്യേക ഒരു സന്തോഷമാണ്. പിന്നെ നമ്മൾ ഈ ഒരു സമയത്തൊക്കെ അല്ലേ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരോടൊപ്പം എൻജോയ് ചെയ്ത് ഹാപ്പിയായിട്ടിരിക്കുക. അപ്പോൾ അത് പിള്ളേർക്കും അതൊരു സന്തോഷമാണ്. നമുക്ക് മനസ്സിനും ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. പിന്നെ എന്താണ്, പിന്നെ ആൾക്കാരെ ചില ആൾക്കാരുടെ ഒരു മൈൻഡ്. കാര്യം രണ്ട് മക്കളെ അമ്മയാണല്ലോ കിടന്ന് ചാടുന്നത്, അഹങ്കാരി, വേറെ ജോലിയൊന്നുമില്ല അവർക്ക്. അതൊക്കെ നോ മൈൻഡ്. നമ്മൾ എൻജോയ് ചെയ്യാനുള്ള ഒരു ടൈമിൽ നമ്മൾ ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്യുക. നമുക്ക് ഉള്ള നമുക്ക് ഇതൊക്കെ ഉള്ളൊരു സന്തോഷം എന്ന് പറയുന്നത്. ആ ഒരു സമയം നമ്മൾ ഹാപ്പിയായിട്ടിരിക്കുക. നാളെ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഉള്ള സമയം നമ്മൾ ഹാപ്പിയായിട്ടിരിക്കുക. ഒരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് ഒട്ടകത്തിനെ കണ്ടു. ഞങ്ങൾ അമ്പലത്തിൽ പ്രാവശ്യം ഒട്ടകമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കണ്ട് കുറച്ച് നേരമൊക്കെ നമ്മളവിടെ നിന്ന് കുറച്ച് വീഡിയോസും വീണ്ടും കുറച്ച് സെൽഫിയൊക്കെ എടുത്ത്. പിന്നെ ഇന്ന് അമ്പലത്തിൽ നാടൻപാട്ട് അങ്ങനെ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി നമ്മൾ ഇരുന്നില്ല. കാര്യം കൊച്ചുങ്ങളൊക്കെ ഒത്തിരി ക്ഷീണിച്ചതുകൊണ്ട് പിന്നെ നമ്മളത് കാണാൻ വേണ്ടി ഇരുന്നില്ല. പിന്നെ ഇനി നേരെ അങ്ങ് വീട്ടിൽ പോകണം. പിന്നെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.